എൻ്റെ മണ്ഡലത്തിലെ സമീപ പ്രദേശങ്ങളിലും ഉയർന്നു വന്നിട്ടുള്ള രൂക്ഷമായ വന്യജീവി ശല്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് സാർ എൻ്റെ ഈ സബ്മിഷൻ. ഇവിടെ കഴിഞ്ഞ 14ാം കേരള നിയമസഭയുടെ നിരവധി സമ്മേളനങ്ങളിലും ഈ 15ാം സഭയുടെ കഴിഞ്ഞ സമ്മേളനത്തിൽ ഉൾപ്പെടെ നിരവധി വട്ടം ഈ വിഷയം സഭയുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നിട്ടുള്ളതാണ് സാർ. ഇവിടെ കേവലം കോതമംഗലത്തെ മാത്രമൊരു പ്രശ്നമല്ല സാർ ഇത്. നമുക്കെല്ലാം അറിയാവുന്നതുപോലെ കേരളത്തിൽ വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന ഏതാണ്ട് 30 ലക്ഷത്തോളം വരുന്ന ജനങ്ങളുടെ ഒരു വലിയ പ്രശ്നമാണ് സാർ ഇത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ നിരവധി പ്രാവശ്യം സഭയിൽ ഉന്നയിച്ചതുമായി ബന്ധപ്പെട്ട് കുറേയേറെ കാര്യങ്ങൾ കോതമംഗലം മണ്ഡലത്തിൽ വനം വകുപ്പ് പ്രത്യേകമായി ചെയ്തിട്ടുണ്ട് എന്നുള്ളത് കൂടി ഞാൻ ഈ അവസരത്തിൽ പ്രത്യേകമായി സ്മരിക്കുകയാണ്. അവിടുത്തെ ഒരു സാഹചര്യം പരിശോധിക്കുമ്പോൾ അവിടെ കുട്ടമ്പുഴ പഞ്ചായത്തിലെ വാര്യത്തെ കാശിരാമൻ മുതൽ ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ഡിസംബർ 29-ന് മണ്ഡലത്തിലെ തൊട്ടടുത്ത പ്രദേശമായിട്ടുള്ള മുള്ളിരിങ്ങാട് കൊല്ലപ്പെട്ട 23 വയസ്സുള്ള അമർ ഇലാഹി വരെ 13 പേരുടെ ജീവനാണ് വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതുവരെ നഷ്ടപ്പെട്ടിട്ടുള്ളത്. നിരവധി ആളുകൾ ഇപ്പോഴും കർഷകരും വനം വകുപ്പ് വാച്ചർമാരും അടക്കം ഗുരുതരമായി പരിക്കേറ്റ് കഴിയുകയാണ്. അതോടൊപ്പം തന്നെ വ്യാപകമായ കൃഷിനാശമടക്കമുള്ള അത്തരം സംഭവങ്ങൾ നിത്യേന വാർത്തയായി വരികയാണ്. അപ്പോൾ ഭീതിജനകമായൊരു സാഹചര്യമാണ് പ്രദേശങ്ങളിൽ 5 പഞ്ചായത്തുകളിൽ, അവിടെ കുട്ടമ്പുഴയിലും പിണ്ടിമനയിലും കീരമ്പാറയിലും കവളങ്ങാടും കോട്ടപ്പടിയിലും ഉൾപ്പെടെ ഈ 5 പഞ്ചായത്തുകളിലെ വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളിൽ അതിരൂക്ഷമായ സാഹചര്യമാണ് ഇന്ന് നിലനിൽക്കുന്നത്. അതോടൊപ്പം തന്നെ സമീപ പഞ്ചായത്തുകൾ ഞാൻ സൂചിപ്പിച്ചു ആദ്യം അമർ ഇലാഹിയുടെ വിഷയം. അപ്പോൾ അങ്ങനെ അത്തരം ഗുരുതരമായ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ വനം വകുപ്പ് ഒട്ടേറെ പദ്ധതികൾ ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ പദ്ധതികളെല്ലാം വളരെ സമയബന്ധിതമായി തന്നെ നമുക്ക് പൂർത്തീകരിക്കേണ്ടതുണ്ട്. അതിന് പ്രത്യേകമായ ഇടപെടൽ ഉണ്ടാകണം. അതോടൊപ്പം അവിടെ പ്രത്യേകമായൊരു സാഹചര്യം, ഇപ്പോൾ രാത്രിയായാൽ വൈകുന്നേരമായാൽ ആളുകൾക്കൊരു ആശുപത്രി ആവശ്യമുണ്ടായാൽ പോലും പുറത്തിറങ്ങാൻ കഴിയാത്ത നിലയിലുള്ള ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. പല മേഖലയിലും ഉറക്കമില്ലാത്ത രാത്രികളാണ്. കർഷകരും ജനങ്ങളും എല്ലാം ചേർന്നുകൊണ്ട് അവിടെ വനം വകുപ്പ് ഉദ്യോഗസ്ഥരോട് സഹകരിച്ചുകൊണ്ട് വന്യമൃഗങ്ങളെ ആട്ടി ഓടിക്കുന്ന നിലയിലാണ് അവിടെ കാര്യങ്ങൾ ഇപ്പോൾ അവിടെ നിലനിൽക്കുന്നത്. ഞാനത് സൂചിപ്പിച്ചു. ഡിസംബർ മാസം മാത്രം 3 പേരാണ് അവിടെ കൊല്ലപ്പെട്ടിട്ടുള്ളത്. ഡിസംബർ 14-ാം തീയതി എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയായിട്ടുള്ള ആൻമേരി, തൊട്ടടുത്ത് 2 ദിവസം കഴിഞ്ഞ് ഡിസംബർ 2 ദിവസത്തിന് ശേഷം അവിടെ എൽദോസ് വർഗീസ് എന്ന് പറയുന്ന ഉരുളനണ്ണിയിലെ ഒരു 44 വയസ്സ് മാത്രമുള്ള ചെറുപ്പക്കാരൻ. അതിൻ്റെ തുടർച്ചയിലാണ് ഡിസംബർ 29-ന് തൊട്ടടുത്ത പ്രദേശത്താണ്, മുള്ളിരിങ്ങാട് മണ്ഡലത്തിൻ്റെ തൊട്ടടുത്ത പ്രദേശത്താണ് അമർ ഇലാഹി എന്ന് പറയുന്ന 23 വയസ്സുകാരൻ കൊല്ലപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ അതിരൂക്ഷമായ സാഹചര്യമാണ്. ഏത് സമയത്ത് വേണമെങ്കിലും വന്യമൃഗങ്ങളാൽ ആക്രമിക്കപ്പെടാമെന്നുള്ള ഒരു സാഹചര്യമാണ് ഇന്ന് ആ മണ്ഡലത്തിൽ നിലനിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ ഒട്ടേറെ ഞാൻ സൂചിപ്പിച്ചു പ്രഖ്യാപിച്ച പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തീകരിക്കണം. അതോടൊപ്പം തന്നെ വ്യാപകമായി ഉണ്ടാകുന്ന കൃഷിനാശത്തിന് സമയബന്ധിതമായി നഷ്ടപരിഹാരം കൊടുക്കണം. ഇവിടെ നമ്മൾ പരിശോധിക്കുമ്പോൾ ഞാൻ ഈ ഡിസംബർ മാസത്തിൽ കൊല്ലപ്പെട്ടവരുടെ പേര് വിവരങ്ങൾ ഇവിടെ സൂചിപ്പിച്ചു. എല്ലാം ചെറുപ്പക്കാരാണ്. അപ്പോൾ ഒരു കുടുംബത്തിൻ്റെ ഏക പ്രതീക്ഷയായിട്ടുള്ള അത്തരം ആളുകളെല്ലാം അവരെല്ലാം നഷ്ടപ്പെടുന്ന സാഹചര്യത്തിൽ ആ കുടുംബത്തിന് ഇനി മുന്നോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ കുടുംബങ്ങളെ സഹായിക്കാൻ ആ കുടുംബത്തിൽപ്പെട്ട ആശ്രിതർക്ക് വനം വകുപ്പ് ജോലി നൽകുന്ന കാര്യം ഉൾപ്പെടെ പരിഗണിക്കണമെന്ന് കൂടി ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുകയാണ്. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടി, ഇതൊരു പൊതുവായ വിഷയമാണ്. ഞാൻ സൂചിപ്പിക്കുന്നു 30 ലക്ഷത്തിലധികം ആളുകൾ നേരിടുന്ന ഒരു പ്രശ്നമാണ്. പ്രതിപക്ഷത്ത് ഉൾപ്പെടെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് അടക്കം അദ്ദേഹം മലയോര സംരക്ഷണ ജാഥയുമായി ഇപ്പോൾ കടന്നു വരാൻ വേണ്ടി പോവുകയാണ്. അദ്ദേഹത്തിൻ്റെ അടക്കം സഹകരണത്തോടുകൂടി നമുക്കറിയാം പാർലമെന്റ് അംഗങ്ങൾ വളരെ ശക്തമായി ഈ വിഷയത്തിനകത്ത് പാർലമെന്റിൽ ഇടപെടേണ്ടതുണ്ട്. കേന്ദ്ര നിയമത്തിൽ കാലാനുസൃതമായ മാറ്റങ്ങളടക്കം കൊണ്ടുവരേണ്ടതുണ്ട്. അതിന് പ്രിയപ്പെട്ട രാഹുൽ ഗാന്ധിയെയും അതോടൊപ്പം തന്നെ പ്രിയങ്ക ഗാന്ധി അടക്കമുള്ള നമ്മുടെ പാർലമെന്റ് അംഗങ്ങളെല്ലാം അതിന് നേതൃത്വപരമായി പങ്കുവഹിച്ചുകൊണ്ട് ഈ ഒരു പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരം കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടൽ കൂടി ഉണ്ടാകണം. അതിന് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിൻ്റെയും ആത്മാർത്ഥമായ സഹകരണം കൂടി ഉണ്ടാകണമെന്ന് കൂടി അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സൂചിപ്പിക്കുകയാണ്. ബഹുമാനപ്പെട്ട കോതമംഗലം MLA ശ്രീ ആന്റണി ജോൺ പറഞ്ഞതുപോലെ ദൗർഭാഗ്യകരമായ സംഭവങ്ങളാണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ നമ്മുടെ കോതമംഗലം മേഖലയിൽ നടന്നത്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ 3 ജീവനുകളാണ് നമുക്ക് നഷ്ടപ്പെട്ടത്. അത് അങ്ങേയറ്റം വേദനാജനകവും അമ്പരപ്പിക്കുന്നതുമാണ്. ഈ വിഷയങ്ങൾ ഒന്നിലധികം തവണ കോതമംഗലം MLA എൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. ബഹുമാനപ്പെട്ട വ്യവസായ മന്ത്രി P. രാജീവനും
ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് തന്നെ ഒരിക്കൽ എന്നെ വിളിച്ച് ശ്രദ്ധ വേണം എന്ന് നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു. അവരുടെ എല്ലാം നിർദ്ദേശങ്ങൾ പരിഗണിച്ചുകൊണ്ട് പ്രത്യേക തരത്തിലുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് രൂപം നൽകാനാണ് ഗവൺമെൻറ് വനം വകുപ്പ് ആഗ്രഹിക്കുന്നത്. ഇതിനായി 650 ലക്ഷം രൂപയുടെ പ്രതിരോധ നിർമ്മാണ പ്രവർത്തനങ്ങൾ അനുവദിച്ചു കഴിഞ്ഞിട്ടുണ്ട്. 3 RRTകളും 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഡിവിഷൻ എമർജൻസി കൺട്രോൾ റൂമും ഇപ്പോൾ പ്രവർത്തിച്ചു വരുന്നുണ്ട്. ഇതിൻ്റെ വിശദാംശങ്ങളൊക്കെ പലപ്പോഴായി സഭയിൽ അവതരിപ്പിച്ചിട്ടുള്ളതാണ്. ബഹുമാനപ്പെട്ട MLAയും പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ ഫണ്ടിൽ നിന്നും തുക അനുവദിച്ചിട്ടുണ്ട്. സർ, അവിടുത്തെ പ്രശ്നങ്ങൾ ഒന്നുകൂടി ഗൗരവത്തിൽ പരിശോധിക്കുന്നതിനും ഒരു ആക്ഷൻ പ്ലാൻ തയ്യാറാക്കുന്നതിനുമായി മുഖ്യ വനപാലകൻ ചീഫ് വൈൽഡ് ലൈഫ് ഓഫീസർ ഈ ആഴ്ച തന്നെ കോതമംഗലത്തെത്തി ബന്ധപ്പെട്ടവരുമായും ഉദ്യോഗസ്ഥന്മാരുമായും ചർച്ചകൾ നടത്തി മുൻഗണനാക്രമത്തിൽ നടപ്പിലാക്കേണ്ട പരിപാടികൾ സംബന്ധിച്ച രൂപരേഖ നൽകുന്നതാണ്. ബഹുമാനപ്പെട്ട MLA അഭ്യർത്ഥിച്ച പോലെ പ്രതിപക്ഷ നേതാവിൻ്റെയും സഹായവും നിർദ്ദേശങ്ങളും ആ കാര്യത്തിൽ ഉണ്ടാക്കണം. നമുക്ക് യോജിച്ച് നേരിടേണ്ട ഒരു ജനകീയ പ്രശ്നം തന്നെയാണിത്. ആ പ്രശ്നത്തിന് വസ്തുതാപരമായി കഴിയാവുന്ന വിധത്തിലുള്ള നടപടികൾ സ്വീകരിക്കണം. മറ്റൊന്ന് സാർ, നമുക്ക് ആനുകൂല്യങ്ങൾ കൊടുക്കുന്ന കാര്യത്തിൽ പ്രത്യേകിച്ചും കാർഷിക വിളകൾ നശിപ്പിക്കപ്പെട്ടാൽ ഇപ്പോൾ പഴയൊരു ഫോർമാറ്റ് വെച്ചാണ്, പഴയൊരു മാനദണ്ഡം വെച്ചാണ് പണം കൊടുക്കുന്നത്. അത് പുനഃപരിശോധിക്കാനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ റവന്യൂ, വനം, കൃഷി വകുപ്പുകൾ സംയുക്തമായി ചേർന്ന് ആലോചിക്കുന്നത്. സർ, അത് വർദ്ധിപ്പിച്ചേ പറ്റൂ. കാരണം ഉദാഹരണത്തിന് ഒരാൾ 1 ലക്ഷം രൂപ വായ്പയെടുത്ത് വാഴക്കൃഷി നട്ടാൽ അത് പൂർണ്ണമായി നശിച്ചാൽ അയാൾക്കത് തിരിച്ചെടുക്കാൻ കഴിയുന്നില്ല, പുതിയ കൃഷി തുടങ്ങാനും കഴിയുന്നില്ല. ഈ സാഹചര്യത്തിൽ അവരെ എങ്ങനെ രക്ഷിക്കണമെന്നത് സവിശേഷമായ ഒരു ശ്രദ്ധ വേണം എന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. അദ്ദേഹം അത് അനുഭാവപൂർവ്വം പരിഗണിക്കാമെന്ന നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. നമുക്കെല്ലാം ചേർന്ന് ഈ പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കാൻ കഴിയും എന്ന് പ്രതീക്ഷിക്കുന്നു.